ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സബ്ജക്റ്റായ ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതൊക്കെയാണെന്നുള്ളത് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഞാൻ ഈ ഐഡിയ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നീറ്റ് പ്രിപ്പറേഷനിൽ പല കാറ്റഗറിയിൽ കുട്ടികളുണ്ട്. ആ കാറ്റഗറി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പൊതുവെ ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾ. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫോർമുല അല്ലെങ്കിൽ കുറച്ചൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ട അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. ബാക്കിയുള്ളത് ഇച്ചിരി പാടാണ്. കുറച്ചൊന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കാനുള്ളതൊക്കെ ഇച്ചിരി പാടായിട്ടുള്ള രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫിസിക്സിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല, തട്ടിക്കൂട്ടി എന്തെങ്കിലും കാട്ടും. എന്നുവെച്ചാൽ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊന്നും നമുക്കൊരു കൺസെപ്റ്റ് ഐഡിയ ഇല്ലാത്തത് കാരണവും നമ്മളങ്ങനെ കുറച്ച് ചെയ്ത് പഠിച്ചിട്ടില്ലാത്തത് കാരണവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് ഫിസിക്സ് വളരെ പാടാണ്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ കുട്ടി നോക്കുന്നത് മെയിനായിട്ട് ക്വാളിഫൈങ് ആയിട്ടുള്ള മാർക്ക് മെയിനായിട്ട് വേണം. അതുകൂടാതെ തന്നെ ഫിസിക്സിൽ മെയിനായിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഏത് ഓർഡറിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ അടുത്ത് നല്ല ചോദിച്ചത്. നമുക്ക് ഞാൻ മെസ്സേജും കാര്യങ്ങളും ഞാൻ അതിനുള്ള റിപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു ഫിസിക്സിനെ പറ്റിയിട്ട് കുറച്ച് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്, ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഏത് ചാപ്റ്റർ ആണെന്ന് ചിന്തിച്ചിരിക്കുന്ന കുറേ കുട്ടികളുണ്ടാകും കേരളത്തിലെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞ് പഠിച്ചിട്ട് വരാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആലോചിച്ചു ഫിസിക്സിലെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഏത് ലിസ്റ്റാണ് തരേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം, പേപ്പർ അനാലിസിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എടുത്ത ഒരു പേപ്പർ എന്ന് പറയുന്നത് 2022 പേപ്പർ അനാലിസിസ് ആണ്. ഫിസിക്സിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തന്നെ നിങ്ങൾക്ക് പോയി ചെന്ന് ചെക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ അനാലിസിസ് എടുത്തത്. അപ്പോൾ കാരണം അതിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഓരോ വർഷവും എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അതെടുത്തപ്പോഴത്തേനും ഞാൻ എൻ്റെ ഞെട്ടിപ്പോയി. അതാണ് സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ 5 വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിനെയും +1 +2 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ ക്ലാസ് വൈസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് +1 നോക്കാം. അപ്പോൾ +1 മെയിനായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് 21 ചോദ്യമാണ് ഫിസിക്സിൽ. അപ്പോൾ നമുക്കറിയാം 50 ചോദ്യമുണ്ട്. 50 ചോദ്യത്തിൽ 21 ചോദ്യം +1 29 ചോദ്യം +2 നിന്നുമാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവാം ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് +2 നിന്നാണ്. ഓക്കെ, ഇത് മാറിയാം, ഞാൻ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോ വർഷത്തെ അനാലിസിസ് കൂടെ നടത്താം. അതിൽ നിന്ന് തന്നെ നമുക്ക് ചാപ്റ്റർ വൈസ് എത്ര ചോദ്യങ്ങളാണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ വർഷവും ഒരേ ചാപ്റ്ററിൽ നിന്നാണ് വെയിറ്റേജ് കൂടുതലെന്ന് പറഞ്ഞാൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് മാത്രമാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സുകളിൽ നിന്ന് ഓരോ ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം വെച്ചിട്ടാണ് വരുന്നത്. 2 ചോദ്യം തന്നെ കൂടുതലാണ്, 1 ചോദ്യം വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ചാപ്റ്റേഴ്സിലോട്ട് പോകാം. അപ്പോൾ +1 നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുത്ത് നിങ്ങൾക്ക് വയ്ക്കാം. +1 ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നാണ്. പലരും സിമ്പിളായിട്ട് കഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു പോകുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. പക്ഷേ ആ ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾ സിമ്പിളായിട്ട് തെറ്റിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ കുറവ് കൊണ്ടും നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സുകൾ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ വിട്ടു പോകുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ അത് ആദ്യം പഠിക്കാം. ഓക്കെ, അതിൽ നിന്ന് 4 ചാപ്റ്റേഴ്സുകളാണ്, 4 ക്വസ്റ്റ്യൻസുകളാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ നമ്മുടെ ടൈം ടേബിൾ, നമ്മുടെ 30 days ടൈം ടേബിൾ +20 days റിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ വീഡിയോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് പഠിക്കാൻ ഒരു ഹോൾ ഡേ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഞാനത് കൊടുത്തതെന്നുള്ളത്. കാരണം രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് റൊട്ടേഷണൽ മോഷനിൽ നിന്നാണ്. അതായത് 3 ചോദ്യമാണ് കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ നീളത്തിലുള്ള പേരുണ്ടല്ലോ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതിൽ നിന്നാണ് 3 ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, മാർക്ക് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത്
രണ്ട് ചോദ്യം വീതം വന്നിരിക്കുന്നത് +1 സിലബസിൽ നിന്ന്. ആകെ 2 ചാപ്റ്ററിൽ നിന്നാണ്. ഒന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നവരായിക്കോട്ടെ, പറഞ്ഞു തരുന്നവർ ചിലവർ കൂടുതൽ ഫ്ലൂയിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു പോയിട്ടുള്ളവരുണ്ടാകാം. പക്ഷേ ഇതൊക്കെ വേരി ചെയ്യും. ചിലപ്പോൾ ഇത്തവണ 2 ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം ഇതിൽ നിന്ന് 2 ചോദ്യം തന്നെ ചോദിക്കും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പ്രതീക്ഷിക്കാം. ആ ഒരു ബേസിസിലാണ് കേട്ടോ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഇതിൽ നിന്ന് നമ്മൾ ചോദ്യം വളരെയധികം പ്രതീക്ഷിക്കണം. വർക്ക്, പവർ ആൻഡ് എനർജി, അത് വർക്ക്, എനർജി ആൻഡ് പവർ, ആ ചാപ്റ്റർ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്നതാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ നിന്നാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വേരി ചെയ്യാൻ പോകുന്നത്. ഒരു തവണ ഏതോ ഒരു നീറ്റിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ അല്ല, ഇതിന് മുന്നത്തെ ഏതോ ഒരു നീറ്റിന്, ഇയർ ഓർമ്മയില്ല, വർക്ക്, എനർജി, പവർ ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇയർ ഓർമ്മയില്ല, ഏതോ ഒരു വർഷം. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വേരി ചെയ്യും. പക്ഷേ ഇത്രയും ചാപ്റ്റർ നിങ്ങൾ എന്ത് പഠിച്ചാലും, ഞാനിപ്പോൾ ഈ പ്രയോറിറ്റി പറഞ്ഞാലും ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം, അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, ഇനി അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ വരുന്ന 2 ചാപ്റ്റർ ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും ഓരോ ചോദ്യം വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത്. ഗ്രാവിറ്റേഷൻ കൂടുതൽ ഫോർമുല ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ അത് കാണുമ്പോൾ ഇച്ചിരി പാടായിട്ടായിരിക്കും എപ്പോഴും ചോദിക്കാറുള്ളത്. രണ്ടാമത്തത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അത് സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത് നമ്മൾ പഠിക്കാതെ പോയി ആ ഒരു ക്വസ്റ്റ്യൻ കളയരുത്. ഇത് ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് മോഷനിൽ നിന്ന് ഒരു ചോദ്യം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. പിന്നെ മോഷനിനെ പ്ലെയിനും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും, ഇതിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം വന്നിട്ടുണ്ട്. ഓസിലേഷനും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓസിലേഷനിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ നെക്സ്റ്റ് ഇയർ കൂടാം, അതിന് ചാൻസ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ മുന്നേ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഓസിലേഷൻസ്, പിന്നെ തെർമോഡൈനാമിക്സിന് കഴിഞ്ഞ തവണ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ, പക്ഷെ അത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ചാപ്റ്ററാണത്. പിന്നെ വരുന്നത് വേവ് ഒപ്റ്റിക്സ്. ഓക്കെ, വേവ്സ് നിങ്ങൾ എന്തായിരുന്നാലും പഠിക്കണം, മസ്റ്റാണ്. കഴിഞ്ഞ തവണ ഒറ്റ ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളൂ, പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റാത്ത ചാപ്റ്ററാണ്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുമാണ്. സോ +1 എന്ന് പറയുമ്പോഴത്തേനും 21 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. ഇനി +2 നമുക്ക് എടുക്കാം. +2 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് 29 ചോദ്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ വർഷവും ഇത് തന്നെയാണ് പ്രയോറിറ്റി ചാപ്റ്റേഴ്സ്. ഞാൻ ഇത്രയും വർഷം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് എല്ലാം സെയിം ചാപ്റ്റേഴ്സിൽ നിന്നാണ്. ആ 3 ചാപ്റ്റേഴ്സുകൾ ഞാൻ പറഞ്ഞുതരാം. സെമി കണ്ടക്ടർ, ആ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ തവണ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ തവണ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒരു 2 കൂടുതൽ ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, അത് നിങ്ങൾ ഹൈ പ്രയോറിറ്റി ചാപ്റ്ററായിട്ട് +2 പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ കഴിഞ്ഞ തവണത്തെ നമ്മുടെ റിവിഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇതും ഞാൻ പറഞ്ഞ ചാപ്റ്ററാണ്, കറണ്ട് ഇലക്ട്രിസിറ്റി, 5 ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഞാനെന്നല്ല, നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നിങ്ങൾ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ഏത് ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നുള്ളത് നോക്കിയാൽ ഈ ലിസ്റ്റ് തന്നെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. കാരണം ഈ ചാപ്റ്റേഴ്സുകളിൽ നിന്നാണ് നിങ്ങളെ താഴോട്ടാക്കുന്നതും ബാക്കിയുള്ളവർ മേലോട്ട് കയറുന്നതുമായിട്ടുള്ള വരുന്ന പോർഷൻസ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ, ഫിസിക്സിന് പാടായിട്ട് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി പാടാണെങ്കിൽ നിങ്ങൾ സിമ്പിൾ ഫോർമുലാസ് പഠിക്കുക. പക്ഷേ ബാക്കിയുള്ള 1 മാർക്കിൻ്റെ, അല്ലെങ്കിൽ 1 മാർക്കല്ല, 1 ചോദ്യമായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളായിരിക്കും, അല്ലെങ്കിൽ സിമ്പിൾ ഫോർമുലാസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾ വിട്ടുകളയരുത്. ഓക്കെ, കാരണം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടോപ്പേഴ്സ് എന്ന് പറയുന്നവർക്ക് ഈ ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഹൈ ലെവൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് നമുക്ക് ഫിസിക്സിൽ ജസ്റ്റ് കുറച്ച് മാർക്കിൻ്റെ ആവശ്യങ്ങളെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹൈ വെയിറ്റേജ് ചാപ്റ്റർ പഠിക്കണം, പ്ലസ് അതിൻ്റെ പുറകെ ഹൈ ലെവൽ പഠിക്കാൻ പോയി ഈ പറയുന്ന ചെറിയ ചാപ്റ്റേഴ്സിലെ ന്യൂക്ലിയർ, ഡുവൽ നേച്ചർ, അങ്ങനത്തെ ചാപ്റ്റേഴ്സിലെ 1-2 ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കളയാൻ പാടില്ല. കാരണം അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതിൽ നിന്നാണ് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അടുത്തുള്ളത് 2 ക്വസ്റ്റ്യൻസ് വീതം വന്നിട്ടുള്ളതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിക്കണമെന്നുള്ളത്. കാരണം ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ 2 ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന് കളയാൻ പാടില്ല. ഓക്കെ, പിന്നെയുള്ളത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. കണ്ടോ, 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇതിൽ നിന്നും ഈ 2 ചാപ്റ്ററിൽ നിന്നും 2 ചോദ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതൊക്കെ ചെറിയ ചാപ്റ്റേഴ്സാണ്. ഈ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ 29 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്ര എണ്ണം ശരിയാക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ
അടുത്ത ചാപ്റ്ററാണ് ന്യൂക്ലിയൈ. അവിടെ നിന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോരെ ഫിസിക്സ് സൂപ്പറായിട്ട് മാർക്ക് മേടിക്കാനായിട്ട്. പിന്നെ റേ ഓപ്റ്റിക്സ് പലർക്കും പാടായിട്ടുള്ളതാണ്. ഒരുപാട് ഹൈ ലെവൽ പോകരുത്. ഒരുപാട് ഹൈ ലെവൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചാപ്റ്റേഴ്സുകൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക. ഹൈ ലെവൽ പോകുന്ന തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, സമയക്കുറവ് കൊണ്ടും ഫിസിക്സിന് തൽക്കാലം കുറച്ച് മാർക്ക് മതി എന്നുള്ള ആവശ്യമുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. പിന്നെ ഹൈ വെയിറ്റേജ് ചാപ്റ്റർ അറിയണമെന്നുള്ളവർക്കും കൂടെ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് വേവ് ഒപ്റ്റിക്സ്. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ +2 നിന്ന് 29 ചോദ്യവും +1 നിന്ന് 21 ചോദ്യവും, അങ്ങനെ ആകെ മൊത്തം 50 ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എത്ര പേർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ കാത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹായം ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കുന്നതായിരുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. അത് നമ്മൾ മറ്റേ നന്ദി വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ ആയിപ്പോലോ. അപ്പോൾ 2021 പേപ്പർ അനാലിസിസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.